ഹലോ ഗായ്സ്, ഞാൻ എന്തങ്ങനെ കൂലങ്കൃഷ്ടായി ചിന്തിക്കണമെന്നറിയോ? ഇന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. നട്ടപ്പൊരു വെയിലത്ത് കെട്ടിയോനൊരു ഷർട്ട്, അതാണ് എൻ്റെ ഗിഫ്റ്റ്. അയ്യവ, ഏതായാലും ദേവുവിനും ചിക്കുവിനും കൂട്ടി ഒരു ഷർട്ട് എടുക്കാൻ പോയി. ഷർട്ടൊക്കെ എടുത്ത് ഏതായാലും സെറ്റായി വീട്ടിലേക്ക് പോവാം. അവിടെ ജാനി വെയിറ്റ് ചെയ്തിരിക്കുക. അച്ഛന് സർപ്രൈസ് കൊടുക്കണ്ടേ? അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ പിടിച്ച് അച്ഛൻ്റെ അടുത്തെത്തിയപ്പോഴത്തേനും ആൾ ഉദാഹവ ഉറങ്ങിപ്പോയി. ഏതായാലും ആ നിർവികാര ജീവിക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ പോണത്. യാതൊരു എക്സ്പ്രഷനും ആ മുഖത്തുനിന്ന് എനിക്ക് കിട്ടിയില്ല. എന്തിനാണെന്നറിയില്ലല്ലോ, മൂപ്പരുടെ മുഖത്തേക്ക് നോക്കി നല്ല ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമില്ല. ഏതായാലും ഗിഫ്റ്റൊക്കെ അങ്ങാടിയിൽ നിന്ന് തന്നെ അൺബോക്സ് ചെയ്യിപ്പിച്ചോ അഭിപ്രായമോ അറിഞ്ഞു. തിരിച്ച് ഗിഫ്റ്റ് കിട്ടാത്തതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ കുറങ്ങാൻ നിന്നു. വെള്ളത്തിന് നയിച്ചുകൊണ്ട് വെള്ളം കുടിച്ച് വീട്ടിൽ പോയി. ഏതായാലും ജാനി പറഞ്ഞ പോലെ ഒരു ഹാപ്പി ടു യു മുറിച്ചു രാത്രിയിൽ. അപ്പോൾ എഫക്റ്റ് മാറിപ്പോയോ എന്തോ, രാത്രി ആയതുകൊണ്ട് കേട്ടെ. ഏതായാലും ക്യാമറ ഉള്ളതുകൊണ്ട് ആരും കേക്ക് മാന്തി തിന്നില്ല. എല്ലാവരും ഒരു തീറ്റയിലൊരു മയം വന്നതുപോലെ, എല്ലാവരും ക്യാമറ വല്ലാണ്ട് നോക്കുന്ന പോലെ. ഏതായാലും കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. ഏതായാലും ഞാൻ വിചാരിച്ച സാധനം എൻ്റെ കയ്യിലെത്തി. ഒരു ഗിഫ്റ്റ് തരുന്നെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജീൻസും ടോപ്പാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനെ കുറച്ചുകൂടി മെലിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ചുരിദാറാണ് കിട്ടിയത്. എന്തെങ്കിലും ആവട്ടെ. ഞാൻ കിട്ടിയ പാടെ അതിൻ്റെ സൈസാണ് നോക്കിയത്. XXL XXLക്ക് ആയോന്നാട്ടോ നോക്കിയത്. ഏതായാലും സംഭവം ഉഷാറായി. അവിടുന്ന് നേരെ ഞങ്ങൾ ലബാൻ സ്പോട്ടിലേക്ക്. ഏതായാലും സംഭവം ഉഷാറായി.